വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ കുടുംബസംഗമത്തിന്റെ പ്രധാന സ്പോൺസർ ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്ന TG നന്ദകുമാർ പ്രസിഡന്റായ ക്ഷേത്രം 75 ലക്ഷം രൂപയാണ് വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രം സ്പോൺസർഷിപ്പ് തുകയായി നൽകിയത്. TG നന്ദകുമാറിന്റെയും അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെയും പേരിലാണ് കരാറിന്റെ പകർപ്പ് 24 ലഭിച്ചു. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിഡിയ, കഴിഞ്ഞ ദിവസമൊക്കെ ചില വിവാദങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ വരുന്ന ഈ ഒരു കരാറിന്റെ ബന്ധപ്പെട്ട കാര്യം, ഇത് അല്പം ഗുരുതര സ്വഭാവമുള്ളതാണ്. എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു ക്ഷേത്രവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു? എന്താവശ്യത്തിനായിരുന്നു അത്? കുറെ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് അമ്മ ഇത്തരത്തിലൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ഫെബ്രുവരി 7 ഒപ്പിട്ട കരാറാണ് അത്. TG നന്ദകുമാറിന്റെയും ഒപ്പം അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും തമ്മിലാണ് ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 75 ലക്ഷം രൂപയാണ് കരാറിൽ പറയുന്നത്. അതായത് അമ്മയുടെ കുടുംബ സംഗമം നടക്കുന്നത് ഫെബ്രുവരി 14 ആ കുടുംബ സംഗമത്തിന് ടൈറ്റിൽ സ്പോൺസറായി വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രം ടൈറ്റിൽ സ്പോൺസർ ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അമ്മ എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുടെ ഒരു സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിനെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും അമ്മയിലുണ്ടായി. അൻസിബ ഇതിനെ എതിർത്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ ഇതിനെ എതിർത്തിരുന്നു. അതിനെ തുടർന്ന് പ്രശ്നങ്ങളുണ്ടായി. അൻസിബ അത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു കരാറിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. 75 ലക്ഷം രൂപയുടെ കരാറാണ്. അതിൽ 30 ലക്ഷം നൽകിയിട്ടുണ്ട് എന്ന കരാറിൽ പറയുന്നുണ്ട്. ഒപ്പം 45 ലക്ഷം കൂടി നൽകാനുണ്ട് എന്നുള്ളത് കൂടിയാണ് കരാറിൽ പറയുന്നത്. എന്തായാലും കുക്കു പരമേശ്വരനും TG നന്ദകുമാറും തമ്മിൽ, ദേവസ്വം ക്ഷേത്രം പ്രസിഡന്റാണ് TG നന്ദകുമാറും തമ്മിലുള്ള കരാറിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കരാറിന്റെ പകർപ്പാണ് 24 ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ഷേത്രവുമായി ഇങ്ങനെ ഒരു പരിപാടിക്ക്, അമ്മയുടെ കുടുംബ സംഗമത്തിന് ഇത്തരത്തിലൊരു ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് കരാർ എടുത്തത് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എടുത്തത് എന്നത് സംബന്ധിച്ചാണ് ചോദ്യം ബാക്കി നിൽക്കുന്നത്. അൻസിബ അടക്കമുള്ള ആളുകൾ അത് തന്നെയാണ് ചോദിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അത് മുന്നോട്ട് പോവുകയാണ്. ഇത് മാത്രമല്ല വിവാദങ്ങളുടെ ഒരു മൂല കാരണം എന്നുള്ളത് കൂടിയാണ്. പല കാര്യങ്ങളിൽ തട്ടി വിവിധ പ്രശ്നങ്ങൾ അമ്മയിൽ നിലനിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും അഭിപ്രായ അമ്മ പോലെ ഒരു സംഘടനയ്ക്ക് അതിന്റെ കുടുംബ സംഗമം നടത്താൻ എന്തിന് ഇത്തരത്തിലൊരു സ്പോൺസർഷിപ്പ് ആവശ്യം എന്ന ചോദ്യം ഉയരുകയാണ്. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.